മക്കളെ ഓൾ ആർ വെൽക്കം ടു ദി വീഡിയോ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ 11th ചാപ്റ്ററായ ലെറ്റ്സ് സേവ് ഫോർ ദി ഫ്യൂച്ചർ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ മക്കളെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഫോർമേഷനും ബാങ്കിൻ്റെ മീനിങ്ങും ഒക്കെ കണ്ടു. ബാങ്ക് എന്ന് പറഞ്ഞൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പബ്ലിക്കിൻ്റെ അടുക്കുന്ന ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കുകയും പബ്ലിക് ബാങ്കിൻ്റെ അടുക്കുന്ന പൈസ ബോറോ ചെയ്യും, ലോണിൻ്റെ രീതിയിൽ ബോറോ ചെയ്യും, അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു ബാങ്കിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പഠിച്ചു. ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്, അങ്ങനെ 3 രീതിയിലുള്ള അക്കൗണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്നതും രണ്ടിലധികമോ ജോയിൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന അക്കൗണ്ട് തുടങ്ങുന്ന അക്കൗണ്ടാണ് ജോയിൻ്റ് അക്കൗണ്ടും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ എടുക്കുന്ന അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പഠിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആകുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ഡെപ്പോസിറ്റ്സിനെ കുറിച്ചിട്ടാണ് മക്കളെ. ഇപ്പോൾ ബാങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ, പൈസ ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അതിന് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ് അതല്ലേ. അപ്പം ഡെപ്പോസിറ്റ്സിനെ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റിക്കറിങ് ഡെപ്പോസിറ്റ്. 4 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് പറഞ്ഞത്: സേവിങ്സ്, കറണ്ട്, ഫിക്സഡ് ആൻഡ് റിക്കറിങ്. ഇനി സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടോ സേവിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ലോവർ ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു തവണ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം ഡെപ്പോസിറ്റ്, അങ്ങനെ എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതിന് മണി നമുക്ക് അത് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാൻ തന്നെ എടുക്കുക, അല്ല മണി പൈസ എടുക്കുന്നതിനും അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഡെപ്പോസിറ്റ് ആണ് നെക്സ്റ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് മെയിൻലി തുടങ്ങുന്നത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള, അതായത് ഇവർ കറണ്ട് ഡെപ്പോസിറ്റ് ലക്ഷ്യം ചെയ്യുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആരൊക്കെയായിരിക്കും? ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയാം. പിന്നെ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് ബിസിനസ് അല്ലെങ്കിൽ കമ്പനികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇതല്ലേ. അപ്പോൾ ഇവരാണ് മെയിൻലി ബിസിനസ് അല്ലെങ്കിൽ കമ്പനീസാണ് മെയിൻലി കറണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും അതൊരു പൈസ വിഡ്രോവൽ ചെയ്യുന്നതിനും പൈസ പിൻവലിക്കുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇവർ പേ ചെയ്യില്ല. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കറണ്ട് ഡെപ്പോസിറ്റ് മെയിൻലി തുടങ്ങുന്നത് ആരാ? ബിസിനസ് അല്ലെങ്കിൽ കമ്പനി എയിം ചെയ്തുകൊണ്ട് തുടങ്ങുന്നതാണ് അല്ലേ. അവരാണ് കറണ്ട് ഡെപ്പോസിറ്റ് തുടങ്ങുന്നത്, ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നത്. കറണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആരാ? ബിസിനസ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും പൈസ പിൻവലിക്കുന്നതിനും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതുപോലെ തന്നെ ഇതിന് ഇൻട്രസ്റ്റ് കിട്ടുകയില്ല. ഇനി മക്കളെ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത, ഒരുപാട് തവണ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരു സ്പെസിഫൈ പീരീഡിൽ ഒരു തവണ മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ മാത്രമേ നമുക്ക് ആ പൈസ വിഡ്രോവൽ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ കറണ്ട് സേവിങ്സ് അക്കൗണ്ടിനെയും കാട്ടിയും ഇൻട്രസ്റ്റ് റേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് അക്കൗണ്ട് പറയുന്നത് റിക്കറിങ് ഡെപ്പോസിറ്റാണ്. റിക്കറിങ് ഡെപ്പോസിറ്റ് കൊണ്ട് പറയുന്നത് ആവർത്തിക്കുക, തുടർച്ചയായിട്ട് കണ്ടിന്യൂഷൻ ചെയ്യുക. അതായത് ഇതിൻ്റെ മീനിങ് പറയുന്നത് ഒരു നിശ്ചിത തുക റെഗുലർ ഇൻ്റർവെൽ ബേസിൽ, ഡെയിലി ആയിക്കോട്ടെ, വീക്ക്ലി ആയിക്കോട്ടെ, മന്ത്ലി ആയിക്കോട്ടെ, അതിൻ്റെ ബേസിൽ പൈസ ബാങ്കിൽ ഒരു പ്രത്യേക പീരീഡിൽ ടൈമിൽ നിക്ഷേപിക്കും. ചിലപ്പോൾ അത് ഡെയിലി
ചിലപ്പോൾ മേ ബി 1000 രൂപ വെച്ച് ഡെയിലി കൊടുക്കുന്നതാവാം, വീക്കിലി 2000 രൂപ വെച്ച് കൊടുക്കുന്നതാവാം, മന്ത്ലി 20,000 10,000 രൂപ വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാ മന്തും നമ്മളിപ്പോൾ 10,000 വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മന്ത് വെച്ചു, നെക്സ്റ്റ് മന്തും വെക്കും, അതിന് നെക്സ്റ്റ് മന്ത് വെക്കും. അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ഡെയിലിയോ വീക്കിലിയോ മന്ത്ലിയോ ഒരു സ്പെസിഫൈഡ് ടൈമിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് റിക്കറിങ് ഡെപ്പോസിറ്റ്. ഇതിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും. അതുപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ മാത്രമേ ഇത് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഫിക്സഡ് പീരീഡ് ഉണ്ടാവും, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ പീരീഡിൽ മാത്രമേ പൈസ പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്: സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ആൻഡ് റിക്കറിങ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റ്സ് ഇൻഡിവിജ്വലോ ജോയിൻ്റ് ആയിട്ടോ തുടങ്ങാം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. എപ്പോൾ വേണമെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോവൽ പിൻവലിക്കുകയും പൈസ ചെയ്യാൻ വേണ്ടി പറ്റും. കറണ്ട് ഡെപ്പോസിറ്റ് മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ആയിരിക്കും. അതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും പൈസ പിൻവലിക്കുന്നതിനും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല. പിന്നെ ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരും. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക ഫിക്സഡ് ആയിട്ട് ഒരു പീരീഡിൽ ഒറ്റൊരു ടൈം ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു നിശ്ചിത സർട്ടൻ പീരീഡിൽ മാത്രമേ നമുക്ക് പൈസ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് കിട്ടും. റിക്കറിങ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ തുടർച്ചയായിട്ടാണ്. ഡെയിലിയോ മന്ത്ലിയോ വീക്കിലിയോ നമുക്കൊരു സ്പെസിഫൈഡ് ടൈമിൽ അക്കൗണ്ടിൽ പൈസ ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ദെൻ ഒരു മെച്യൂരിറ്റി പീരീഡിൽ മാത്രമേ ഇത് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതാണ് ഡെപ്പോസിറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും മീനിങ്ങും. മക്കളെ, ഈ പേജിൽ ഒരു ടേബിൾ കാണാം, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ഡെപ്പോസിറ്റ് 4 രീതിയിൽ നമ്മൾ പഠിച്ചു. സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, അവിടെ ഡാഷിൽ എന്താ വരിക, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ദെൻ റിക്കറിങ് ഡെപ്പോസിറ്റ് അല്ലേ. അങ്ങനെ അതിൻ്റെ കാലാവധി ചോദിക്കുന്നത് ടെനോർ. ഇതിന് പ്രത്യേകിച്ച് കാലാവധി അങ്ങനെയൊന്നുമില്ല അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോഴും വേണമെങ്കിൽ വിഡ്രോ ചെയ്യുക അല്ലെ. സേവിങ്സിനും കറണ്ട് അക്കൗണ്ടിനും. അപ്പം നോട്ട് അപ്ലിക്കബിൾ. ഫിക്സഡ് ഡെപ്പോസിറ്റിനും റിക്കറിങ് ഡെപ്പോസിറ്റിനും പ്രത്യേകമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം അവർ തരുന്ന പീരീഡിന് ശേഷം മാത്രമേ വിഡ്രോവൽ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്ലിക്കബിൾ. 2 സ്ഥലത്തും ഫിക്സഡ് ഡെപ്പോസിറ്റിനും റിക്കറിങ് ഡെപ്പോസിറ്റിനും ടെന്യൂറിൻ്റെ അകത്ത് അപ്ലിക്കബിൾ ആണ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് സേവിങ്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കറണ്ടിലാണെങ്കിൽ നോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. റിക്കറിങ് ഡെപ്പോസിറ്റിനും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി വിഡ്രോവലിൻ്റെ ഫസ്റ്റ് സേവിങ് ഡെപ്പോസിറ്റിന് കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വിഡ്രോവൽ ചെയ്യുന്നതിന്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഇല്ല, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് കറണ്ട് ഡെപ്പോസിറ്റിന്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു പ്രത്യേക മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ ഫിക്സഡ് ഡെപ്പോസിറ്റ് പൈസ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പിൻവലിക്കാൻ വേണ്ടി പറ്റൂ മണി ആഫ്റ്റർ മെച്യൂരിറ്റി പീരീഡ്. അതുപോലെ തന്നെ റിക്കറിങ്ങിനും ഡെപ്പോസിറ്റിനും ആഫ്റ്റർ മെച്യൂരിറ്റി പീരീഡാണ് ആൻസർ വരിക. ഇനി നമ്മൾ സ്കൂളുകളിലൊക്കെ 1917 സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് സഞ്ജയ്ക സ്കീം എന്ന് പറഞ്ഞിട്ട്. സ്കൂളുകളിലൊക്കെ ഉണ്ട്. അത് കുട്ടികളുടെ ഇടയിൽ ഒരു സേവിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണിത്. സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പേര് സഞ്ജയ്ക സ്കീം എന്നാണ്. ഇപ്പോഴത് അതിനറിയപ്പെടുന്നത് നൗ ഇറ്റ്സ് നോൺ ആസ് സ്റ്റുഡൻസ് സേവിങ് സ്കീം എന്നാണ് അതിപ്പോഴും അറിയപ്പെടുന്നത്. അപ്പം സ്റ്റുഡൻസിന് ഒരു സേവിങ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ്. അതുപോലെ തന്നെ അതിൽ സ്റ്റുഡൻസിൻ്റെ ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു പാസ്ബുക്കും കിട്ടും. അതിൽ അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഉണ്ടാവും. കുട്ടീൻ്റെ ഡീറ്റെയിൽസും അതിലുണ്ടാകും. ഇനി മക്കളെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ബാങ്കുകളുണ്ട് അല്ലേ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, SBI എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, കേരള ബാങ്ക് ഉണ്ട്. പിന്നെന്താ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്? ആർ യു ഫെമിലിയർ വിത്ത് ദി നെയിം ഓഫ് ദിസ് ബാങ്ക്? ഈ ബാങ്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പേരുകൾ അറിയുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു ബാങ്കുകളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു ബാങ്കിൻ്റെ പേരുകൾ എന്തൊക്കെ പറയാം? നാഷണൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. അതൊക്കെ നമുക്ക്
മറ്റ് ബാങ്കിൻ്റെ പേരുകളായിട്ട് പറയാവുന്നതാണ്. മക്കളെ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്. നമ്മൾ ബാങ്കിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്. വാണിജ്യ ബാങ്ക് അതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ദെൻ സഹകരണ ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. വികസന ബാങ്കുകളാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻപേ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബാങ്കാണ്. അതിന് നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഒരുപാട് ശാഖകളുണ്ട് അതിന്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊമേഴ്ഷ്യൽ ബാങ്ക് സൗകര്യങ്ങളുണ്ട്. പബ്ലിക്കിൽ നിന്ന് എടുക്കുന്ന ഡെപ്പോസിറ്റ് വാങ്ങുകയും അതുപോലെ തന്നെ ലോൺസ് നൽകുകയും ലോക്കർ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എല്ലാ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് ഏറ്റവും വലിയ ബാങ്ക് ആയിട്ട് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ പബ്ലിക് സെക്ടറിൽ പറയുന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്, പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരിക്കും. എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ ഓണേർഡ് ബൈ ദി ഗവൺമെൻറ്. മറ്റേത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓപ്പറേറ്റഡ് ചെയ്യുന്ന അല്ല ഓൺഡ് ചെയ്യുന്നത്, അതിൻ്റെ ഓണർ ആരായിരിക്കും? ഒരു പ്രൈവറ്റ് വ്യക്തിയായിരിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കൊക്കെ പ്രൈവറ്റ് ബാങ്കിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരു സ്വകാര്യ വ്യക്തിയായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും അതിൻ്റെ ഓണേർഡ്, അല്ലെങ്കിൽ അതിനെ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്വകാര്യ വ്യക്തിയായിരിക്കും പ്രൈവറ്റ് സെക്ടറിൽ. പബ്ലിക് സെക്ടർ ആണെങ്കിൽ അതിൻ്റെ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് യൂണിയൻ ബാങ്ക്, കനറ ബാങ്കൊക്കെ. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പബ്ലിക് സെക്ടറിൽ വരുന്ന ഏറ്റവും വലിയ ബാങ്കായിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ പബ്ലിക് സെക്ടർ SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. കോപ്പറേറ്റീവ് ബാങ്ക് ഇതുപോലെ തന്നെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, ലോൺ നൽകുകയും ചെയ്യുന്നു. കൂടുതൽ ചെറിയ ഇൻട്രസ്റ്റിന്, ലോ ഇൻട്രസ്റ്റിന് കൈത്തൊഴിൽ ചെയ്യുന്ന, അതായത് കയർ തൊഴിലാളി, ബീഡി തൊഴിലാളി, അങ്ങനെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്ക്, ഫാമേഴ്സിന്, അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അവർക്കൊക്കെ ലോ ഇൻട്രസ്റ്റ് റേറ്റിന് ലോണ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സേവിങ്സ് പീപ്പിളിൻ്റെ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ മണി വാങ്ങില്ലേ, അവരുടെ ചൂഷണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസക്ക് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെയൊക്കെ സഹായിക്കുക. അതൊക്കെയാണ് ഈ ബാങ്കിൻ്റെ ലക്ഷ്യം. ഇനി ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഒരു വില്ലേജ് ഏരിയയിലാണ് ഉള്ളതെങ്കിൽ അതിന് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. ഇനി ഒരു അർബൻ ഏരിയയിലാണ് ഉള്ളതെങ്കിൽ, അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് സിറ്റുവേറ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത് സിറ്റി ഭാഗത്തൊക്കെ ആണെങ്കിൽ അതിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് പറയുന്നത്. ഇനി മക്കളെ കേരള ബാങ്കിനെ കുറിച്ച് എന്താ പറയുന്നത്? കേരള ബാങ്ക് എന്നതൊരു കോപ്പറേറ്റീവ് ബാങ്കാണ്. അതുപോലെ തന്നെ അതിന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറയുന്നതും കേരള ബാങ്കായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് തിരുവനന്തപുരത്താണ്. കേരള ബാങ്ക് ഫോം ചെയ്തത് 2 ബാങ്കുകൾ കൂടി ചേർന്നിട്ടാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും കൂടി ഇമേർജ് ചെയ്തിട്ടാണ്, ജോയിൻ ചെയ്തിട്ടാണ് ഒറ്റൊരു ബാങ്കായിട്ട് മാറിയത്, കേരള ബാങ്കായിട്ട് മാറിയത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വികസന ബാങ്കാണ്. ഇത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യും. അതായത് ലോങ് ടേം ലോൺസ് നമ്മൾ ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചർ സെക്ടേഴ്സിനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. കുറേ കാലാവധിയുള്ള ലോണുകൾ പല ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചർ സെക്ടറിനും ഒക്കെ ലോണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ എക്സാമ്പിൾസാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എക്സാമ്പിൾസാണ്. IFCI,
ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നബാർഡ്, ഇതൊക്കെ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എക്സാമ്പിൾസാണ്. കുറേ കാലാവധിയുള്ള ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് ഇൻഡസ്ട്രീസ്, കൊമേഴ്ഷ്യൽ, അഗ്രികൾച്ചർ സെക്ടേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചേഞ്ച് ചെയ്ത് വരുന്ന ബാങ്കിങ് സിസ്റ്റംസാണ് പറയുന്നത്. ഇനി അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ ATMs, ക്രെഡിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ ഗൂഗിൾ പേ, അല്ലേ, GPay ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റാപ്പിഡ്ലി ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഇതൊക്കെ ഓൺലൈൻ ബേസിസൊക്കെ അക്കൗണ്ട് ഓൺലൈനിലൂടെ ഫോണിലൂടെ തന്നെ യൂസ് ചെയ്യാം. ചില പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താം ഓൺലൈനിൽ, അല്ലേ, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നു, പേയ്മെൻറ്റ്സ് ഓൺലൈൻ വഴി തന്നെ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ബാങ്കിങ്ങിന് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മോഡേൺ ഇറയായിട്ട് ബാങ്ക് സെക്ടർ ചേഞ്ച് ചെയ്തു. അപ്പം ഈ മോഡേൺ ഇറ വന്നതിനോട് കൂടെ തന്നെ പല ഫെസിലിറ്റീസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ബാങ്ക് ചെയ്യുന്നത്, അല്ലേ. പല സർവീസുകളും ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പല മൊബൈൽ ആപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ്സും ഓൺലൈൻ പർച്ചേസും അതൊക്കെ ചെയ്യാനുള്ള ഇത് ബാങ്ക് മോഡേൺ ഇറയിൽ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എന്താ പറയുന്നത് മക്കളെ? ATMൻ്റെ ഫുൾ ഫോം എന്താ? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനാണ്. അപ്പോൾ മക്കളെ ATMൻ്റെ ഉപയോഗം എന്താ? നമുക്ക് ബാങ്കിൽ പോവാതെ തന്നെ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ATM helps us to withdraw money from our account at any time without going to the bank. അതുപോലെ തന്നെ CDM, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാഷ് ആ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. വി ക്യാൻ ഓൾസോ ഡെപ്പോസിറ്റ് മണി അറ്റ് എനി ടൈം ബൈ യൂസിങ് CDM. CDM എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനാണ്. അതിങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഗോയിങ് ദി ബാങ്ക് വി ക്യാൻ വിഡ്രോ അവർ മണി, അതുപോലെ തന്നെ നമുക്ക് വി ക്യാൻ ഡെപ്പോസിറ്റ് അവർ മണി. ഡെപ്പോസിറ്റ് മണി ചെയ്യുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ഫെസിലിറ്റിയോട് കൂടിയാണ്. നെക്സ്റ്റ് UPI ആണ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അതായത് QR കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പൈസയൊക്കെ അടക്കാറുണ്ട്, അല്ലേ. അപ്പോൾ ഇതിനും എന്ത് ആവശ്യമില്ല? ATM ആവശ്യമില്ല, ബാങ്കിലും പോകണ്ട, പൈസയൊക്കെ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? QR കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഫോണിലൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഡിജിറ്റൽ സിസ്റ്റമാണ്, അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അത് സിംഗിളായിട്ടുള്ളൊരു മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് അതിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ടിലധികമോ അക്കൗണ്ട്സിന് നമുക്ക് അതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു മൊബൈൽ ആപ്പ് വഴി. QR കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ? ക്വിക്ക് റെസ്പോണ്ട് കോഡാണ്. ആ ബ്ലൂ ബോക്സിൽ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൻ്റെ ഉപയോഗം നമ്മൾ പൈസ കയ്യിൽ വെക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. കൂടുതൽ കസ്റ്റമേഴ്സിന് നല്ല കൺവീനിയൻസ് ആയിട്ട് ക്യാഷ് കയ്യിലില്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുകയോ മറ്റ് പേയ്മെൻറ്റോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കൊണ്ടുള്ള ഉപയോഗം. പക്ഷേ രണ്ടിൻ്റെയും വ്യത്യാസം, ഡിഫറൻറ്റ് എന്ന് പറയുന്നത്, ഡെബിറ്റ് കാർഡിൽ എപ്പോഴും നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ബാങ്ക് നമുക്ക് തരും. ആ പൈസ നമ്മൾ ഒരു സ്പെസിഫിക് പീരീഡിൽ നമ്മൾ അടച്ച് റീപേ ചെയ്യണം. അപ്പം ക്രെഡിറ്റ് കാർഡ് നമ്മൾ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ബാങ്ക് തരും, നമ്മൾ അത് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴെ ഒരു ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ: ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ ദി സിറ്റുവേഷൻസ് when the financial transaction can be made using digital device or cards. അപ്പോൾ ഈ കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം, ഓൺലൈൻ മൊബൈൽ റീചാർജ് ചെയ്യാം, ഓൺലൈനിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഈ കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലേ.
നമ്മളിനി പറയുന്നത് നമ്മളെ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പോകുന്നത് കുറേ ഫ്രോഡ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കെയർ എടുക്കണം പൈസ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡു നോട്ട് ഷെയർ ദി ATM പിൻ ഓർ OTP. എന്തെങ്കിലും OTP നമ്പർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ATMൻ്റെ പിൻ നമ്പർ ആരുടെയും ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജായിട്ട് പല ലിങ്കുകളും വരാറുണ്ട്. അതിൽ ലിങ്കിലൊന്നും ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്നും കയറാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ആ ലിങ്കിലൊന്നും ഒരു റെസ്പോണ്ടും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫോണിൽ ഒരുപാട് മെസ്സേജൊക്കെ വരും, നമ്മളെ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലും പേരെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പേരിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം തരികയാണെങ്കിൽ അതിനൊന്നും അറിയാത്ത നമ്പറിനൊന്നും മെസ്സേജിനൊന്നും നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പാടില്ല. ATM പിന്ന് നമ്പർ ഒരിക്കലും ഫോണിൽ സൂക്ഷിക്കാൻ വേണ്ടി പാടില്ല. ദെൻ നമ്മൾ പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രോഡ്നെസ് ആക്ടിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ എടുത്തുകൊണ്ടിരുന്നത് ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട്. ഡെപ്പോസിറ്റ് 4 രീതിയിലുണ്ട്: സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റിക്കറിങ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റ് ഇൻഡിവിജ്വലോ ജോയിൻ്റ് ആയിട്ടോ തുടങ്ങാം. അതിന് ചെറിയ സം റെസ്ട്രിക്ഷൻസ് ഉണ്ട് വിഡ്രോവലിന് ചെയ്യുന്നതിന് പൈസ. അതുപോലെ തന്നെ കറണ്ട് ഡെപ്പോസിറ്റ് ആണെങ്കിൽ വിഡ്രോവൽ ചെയ്യുന്നതിനും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതിന് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു പ്രത്യേക പീരീഡിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ആ പ്രത്യേക പീരീഡിൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് ഹൈ ഇൻട്രസ്റ്റ് കിട്ടും. റിക്കറിങ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് അത് വീക്ക്ലിയോ ഡെയിലിയോ മന്ത്ലിയോ പീരീഡ്, ഒരു സ്പെസിഫൈഡ് പീരീഡിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിന് കിട്ടുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ബാങ്കുകൾ കണ്ടു: പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, SBI. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും വലിയ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കാനറ ബാങ്ക്, കേരള ബാങ്ക്, ഇങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് ബാങ്കുകൾ നമ്മൾ കണ്ടു. ഇനി ബാങ്കിനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ടൈപ്സ് ഓഫ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്. പിന്നെ നമ്മൾ ATMനെ കുറിച്ചിട്ടും UPIനെ കുറിച്ചിട്ടും പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും കുറച്ച് പൈസ, അല്ലേ? അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് നമുക്ക് ബാങ്കിൽ മണി ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അക്കൗണ്ട് സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കണ്ടത്. ഇത്രയാണ് സെക്കൻഡ് പാർട്ടിലെ 6th സ്റ്റാൻഡേർഡിലെ ലെറ്റ്സ് സേവ് അവർ ഫ്യൂച്ചർ എന്ന ലെസണിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.